ഹലോ, ഡിഫറൻഷ്യൽ ജോമെട്രിയുടെ ചാപ്റ്റർ 12 അവസാനത്തെ ലെക്ചർ 5 സ്വാഗതം. ഇതിൽ ജോമെട്രി ഓഫ് സമ്മറൈസ് ഗോസിയൻ ആൻഡ് മീൻ കർവേച്ചർ. നമ്മളത് രണ്ട് കാര്യങ്ങളാണത്, ഗോസ് ക്രോണക്കർ കർവേച്ചർ, മീൻ കർവേച്ചർ. രണ്ട് കാര്യങ്ങളും അതിൻ്റെ കമ്പാരിസനും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ നോക്കാം. സോ ഇവിടെ നമ്മൾ ഈ K1 K2 എക്സെട്ര Kn അതിനെ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഒരു സർഫസിൻ്റെ കർവേച്ചറിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്ന ഒരു വൺ നമ്പറിലേക്ക് എത്തിച്ചേരുന്ന രണ്ട് രീതികളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ പോയിൻ്റ് തന്നിരുന്നാൽ ആ പോയിൻറ്റിലെ എല്ലാ ഡയറക്ഷനിലേക്കുമുള്ള കർവേച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഒരു നമ്പറിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ ടെഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് നമ്മൾ ആ നമ്പറിനെ സംയോജിപ്പിച്ച് ഒരു നമ്പറിലേക്ക് കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇതിന് രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത് വെയിൻഗാർട്ടൻ മാപ്പാണ്. സോ വെയിൻഗാർട്ടൻ മാപ്പിൽ നിന്ന് രണ്ട് പാത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ രണ്ട് രീതിയിലുള്ള കർവേച്ചർ മെഷേഴ്സ് ചെയ്യും. ഒന്ന്, വെയിൻഗാർട്ടൻ മാപ്പ് ഒരു മൾട്ടിപ്ലിക്കേഷൻ എൻജിൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അവിടെ ആ പാത്തിൽ ഡിറ്റർമിനൻറ്റ് LPയുടെ വെയിൻഗാർട്ടൻ മാപ്പിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ആ ഡിറ്റർമിനൻ്റാണ് അല്ലെങ്കിൽ അത് ജിയോമെട്രിക്കലി പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്, അതായത് K1 K2ൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു മെഷർ വരുന്നത്. രണ്ടാമത്തത് അഡീഷൻ എൻജിൻ, സെക്കൻഡ് പാത്ത് അഡീഷൻ എൻജിനാണ്. അതിൽ നമ്മൾ ട്രേസ് ആണ് നോക്കുന്നത്. ട്രേസ് അറിയാമോ? ആ മെട്രിസസിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. സോ ആ ട്രേസ് ആണ് രണ്ടാമത്തിൽ നോക്കുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ആവറേജ് ഓഫ് എക്സ്ട്രീംസ് ആണ്. സോ ഇതാണ് മീൻ കർവേച്ചറും അല്ലെങ്കിൽ ഗോസ് ക്രോണക്കർ കർവേച്ചറും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. ഇവിടെ ആൾജിബ്രായിക് റൂട്ടും അതിൻ്റെ ജോമെട്രിക് റിയാലിറ്റിയാണ് രണ്ട് സൈഡായിട്ട് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് ആൾജിബ്രായിക്കലി അത് KP എന്ന് പറയുന്നത്, ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദ വെയിൻഗാർട്ടൻ മാപ്പ്, LPയുടെ ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ജോമെട്രിക്കലി അതെന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് KIs. KP ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് I ഫ്രം 1 to n KIP എന്നുള്ളത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ ആൾജിബ്രായിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ വെയിൻഗാർട്ടൻ മാപ്പ്. ഇറ്റ് മെഷേഴ്സ് ദ ടോട്ടൽ സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് ഏരിയ ഓർ വോളിയം വാട്ട് എവർ ഇസ് എ സ്പേസ് യു ആർ ഹാവിങ് ആൻഡ് ആസ് എ നോർമൽ വെക്റ്റർ ഫാൻ ഔട്ട് ഓഫ് വൺ പോയിൻറ്റ് P. ഒരു പോയിൻറ്റ് Pയിൽ നിന്ന് ഫാൻ ഔട്ട് ചെയ്യുന്ന വെക്റ്റേഴ്സിൻ്റെ സ്വഭാവമാണ് അവിടെ. അത് തന്നെ എങ്ങനെ? ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മാത്തമെറ്റിക്കൽ പ്രോഡക്റ്റ് ഓഫ് ഓൾ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. ഇതാണ് പറയുന്നത്. n = 2 ആവുന്ന കേസിൽ എന്താണ്? KP സിമ്പിൾ ഇറ്റ്സ് K1P into K2P. സോ വി മൾട്ടിപ്ലൈ ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്സ് ഓഫ് ബെൻഡിങ് എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ ടോപ്പോളജി എന്താണ്? ഇപ്പോൾ K>0 എപ്പോഴൊക്കെയാണ് K>0 വരുന്നത്? K1ഉം K2ഉം ഒന്നുകിൽ ഒരുമിച്ച് നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ K1ഉം K2 ഒരുമിച്ച് പോസിറ്റീവ് ആവുക. ഇങ്ങനെ വന്നാൽ K>0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ബെൻസ് അവേ ഫ്രം ദ ടാൻജൻറ്റ് ഫ്രം ഓൾ ഡയറക്ഷൻസ് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ? ഒരു കപ്പ് ഷേപ്ഡ് ഇതായിരിക്കും അതിനുള്ളത്, കപ്പ് ഷേപ്ഡ് ഫോം ആയിരിക്കും ഉള്ളത്. K<0 ആണെങ്കിലോ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അല്ലെങ്കിൽ ആദ്യം പോസിറ്റീവ് അത് നെഗറ്റീവും പിന്നീടുള്ളത് പോസിറ്റീവും എന്നുള്ള അതായത് ഒരു പോസിറ്റീവ് രീതിയിൽ നിന്ന് നെഗറ്റീവ് രീതിയിലേക്ക് അത് മാറുന്നുണ്ടെന്നുള്ള. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ കർവ്ഡ് മോർ കോംപ്ലക്സ് കർവ്, അല്ലെങ്കിൽ സാഡിൽ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്താണ് K=0 എന്ന്. K=0 വന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെങ്കിലും ഒരാക്സിസിലെങ്കിലും കർവേച്ചർ ഉണ്ടായില്ലെങ്കില്ല. സിലിണ്ടർ കർവേച്ചർ ഒരാക്സിസിൽ കർവേച്ചർ ഇല്ല, വേറെ ആക്സിസിൽ കർവേച്ചർ ഉണ്ട്. ഇമാതിരി ഒരു സ്വഭാവമായിരിക്കും ആ സർഫസിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ നമ്പറിൽ നിന്നും, ഈ പർട്ടിക്കുലർ നമ്പറിൽ നിന്നും ഈ കർവേച്ചറിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഹൈപ്പർബോളോയിഡ് എടുക്കുകയാണ്. ഈ ഹൈപ്പർബോളോയിഡ് നോക്കൂ, അതിൻ്റെ എങ്ങനെയാണ് ദ എക്സാക്ട് സെൻറ്റർ ഓഫ് ദ സാഡിൽ. ഈ സാഡിലിൻ്റെ സെൻറ്റർ, സാഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വേസ്റ്റ്, ഹൊറിസോണ്ടൽ വേസ്റ്റ് എന്ന് പറയുന്ന, ഞാനിവിടെ യെല്ലോ ആരോയിലൂടെ കാണിക്കുന്നത് ആ ഹൊറിസോണ്ടൽ വേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് ഇൻവേർഡാണ് അവിടെ, അല്ലേ? ബെൻഡിങ് ഇൻവേർഡ്, അകത്തേക്ക് ഇൻവേർഡ് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ K2P എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇനി വെർട്ടിക്കൽ ത്രോട്ട് എടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് ഔട്ട്വേർഡ്സ് ആണ്. നമ്മുടെ K1P എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? K1 into K2 = -1. അതായത് സാഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം മാത്തമെറ്റിക്കലി, ജോമെട്രിക്കലി നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്.
K less than 0 means mathematically confirms the physical reality of a saddle geometry എന്നുള്ളതാണ്. അടുത്ത മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന എലിപ്സോയിഡാണ്. സോ എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ x1² + x2² b² + x3² c² = 1 എന്നുള്ളതാണ്. ഗോസിയൻ കർവേച്ചറിൻ്റെ ഫോമുല നോക്കൂ. ഗോസിയൻ കർവേച്ചറിൻ്റെ ഫോമുല KP = 1 / a² b² c² inside the bracket x1² a⁴ + x2² b⁴ + x3² c⁴ the whole square എന്നുള്ളതാണ്. നോക്കൂ, എല്ലാ ടേമിനെയും സ്ക്വയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം അല്ലെങ്കിൽ a⁴ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. 1 / ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അഗെയിൻ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ KP ഈസ് പോസിറ്റീവ്. KP പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥമാക്കണം? ഇറ്റ് ഈസ് എന്താ ഒരു കപ്പ് ഷേപ്ഡ് ആണല്ലേ. അതുമാണ് ഹൈപ്പർബോളോയിൻ്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോഴേ കപ്പ് ഷേപ്ഡ് ആണ്. സോ എന്താണ് കീ ഇൻസൈറ്റാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്? ആൾദോ K വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് x1, x2, x3 കോർഡിനേറ്റ്, ദ മാത്ത് പ്രൂവ്സ് ദാറ്റ് KP > 0 is strictly for all points on the ellipsoid. സോ KP > 0 എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താ? എലിപ്സോയിഡിലെ എല്ലാ പോയിന്റിലും അത് സാറ്റിസ്ഫൈ ചെയ്യും. The topology is universally cup-like everywhere. ടോപ്പോളജിക്കലി പറഞ്ഞാൽ എന്താണ്? കപ്പ് ഷേപ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. നൗ ഇവിടെ ആൽജിബ്രൈക് റൂട്ട് ഓഫ് ജോമെട്രിക് റൂട്ട് ഓഫ് ആൽജിബ്രൈക് റൂട്ടും ജോമെട്രിക് റിയാലിറ്റി ഓഫ് രണ്ടാമത്തെ മെഷർ ഏതാ പറഞ്ഞത് ഞാൻ? മീൻ കർവേച്ചർ എന്ന് പറയുന്നതാണ്. മീൻ കർവേച്ചറിൻ്റെ എന്താ? ഇവിടെ HP മീൻ കർവേച്ചർ ഈസ് പ്രസൻറ്റഡ് ബൈ HP. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/n, 1 by the dimension into the trace of the Weingarten map എന്നുള്ളതാണ്. So the trace of the Weingarten map divided by the dimension n, the sum of the diagonal elements of the matrix. അത് ജോമെട്രിക്കലി പറഞ്ഞാൽ അത് എന്തിന് തുല്യമാണ്? HP = 1/n into summation I from 1 to n, that is sigma I from 1 to n KIP എന്നുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ ജോമെട്രിക് റിയാലിറ്റിയും ആൾജിബ്രായിക് ഫോമുലയും തമ്മിലുള്ളത്. അപ്പോൾ അവിടെ while K uses the multiplication to find distortion, H uses addition to find the average tendency of the surface to pull away from the tangent plane എന്നത്. K എന്ന് പറഞ്ഞ ആദ്യത്തത് ഗോസ് ക്രോണക്കർ കർവേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ നമ്മൾ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? സമ്മാണ് ഉപയോഗിക്കുന്നത്. H എന്ന് പറഞ്ഞാൽ മീൻ കർവേച്ചർ കണ്ടുപിടിക്കാൻ സമ്മാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നോക്കൂ, അതിൻ്റെ ഒരു ഫിസിക്സിൻ്റെ ഒരു കാര്യം. K = 0 വരുന്ന ഒരു കേസ്, സീറോ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ ഫിസിക്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഈ സീറോ സ്റ്റേറ്റ് കാണിക്കുന്നത് അപ്പുറവും ഇപ്പുറവും ഒരേ ടെൻഷൻ വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരേ ടെൻഷൻ വരുമ്പോൾ ഒരു സർഫസ് എങ്ങനെ നിൽക്കും? ഫോർ എക്സാമ്പിൾ, വെള്ളത്തിൻ്റെ ഒരു കുമിള അത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ഈ പറഞ്ഞ പോലെ കർവേച്ചർ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കർവേച്ചർ ഒരേ ഫോഴ്സ് വരുമ്പോഴാണ് അത് എന്തിരിക്കുന്നത്? സ്പെറിക്കൽ ഷേപ്പിലിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഫിസിക്കൽ റിയാലിറ്റികളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. സോ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾസ്, K denote the type of shape, H diagnoses tension of the shape. അതാണ് H diagnoses ടെൻഷൻ, K diagnoses ടൈപ്പ്. അപ്പോൾ K എന്ന് പറയുന്നത് എന്താണ്? K എന്ന് പറയുന്ന ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? ഷേപ്പിൻ്റെ ടൈപ്പ് ഏതെന്ന്, ഏത് ടൈപ്പ് ഷേപ്പാണ്. അങ്ങനെയാണെങ്കിൽ മീൻ കർവേച്ചർ H എന്തിനാണ് പറയുന്നത്? ടെൻഷനാണ്. സർഫസിലുള്ള ബലം, സർഫസിലുള്ള ടെൻഷനാണ് മെഷർ ചെയ്യുന്നത്. അവിടെ സീറോ സ്റ്റേറ്റ് അഥവാ H = 0 or if K1 = -K2, the principal curvature is perfectly equal to K1 = -K2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം എന്താവും? 0 എന്ന് പറഞ്ഞാൽ മീൻ കർവേച്ചർ എന്താവും? 0. മീൻ കർവേച്ചർ 0 ആവുമ്പോൾ the principal curvature is precisely equal and opposite. അപ്പോൾ മീൻ കർവേച്ചർ 0 ആകുമ്പോൾ എന്താ? മാക്സിമം ഒപ്പോസിങ് ഫോഴ്സുകൾ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ളതാണ്. സോ അതിൽ വെൻ ദ ട്രേസ് ഈസ് 0, ദ സർഫസ് ഹാസ് നോ ആവറേജ് ടെൻഡൻസി ടു ബെൻഡ് ടുവേഴ്സ്. അപ്പോൾ എന്താ? പുറത്തേക്കും അകത്തേക്കും എന്ന് വളയില്ല. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ എ ബാലൻസ്. അതിൻ്റെ ഫിസിക്കൽ റിയാലിറ്റി ഇറ്റ്സ് പ്രിസൈസ്ലി ഡിസ്ക്രൈബ് ദ സോഫ്റ്റ് ഫിലിംസ് വിച്ച് നാച്ചുറലി മിനിമൈസ് ദ സർഫസ് ഏരിയ ബൈ ബാലൻസിങ് ഓപ്പോസിറ്റ് ഫിസിക്കൽ ടെൻഷൻസ്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫോഴ്സസുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കും. താല്പര്യമുള്ളവർ ആ ഡയറക്ഷനിൽ വായിക്കുക. പിന്നീട് തിയറം 5 ഇവിടെ ആക്ച്വലി ഒരു കമ്പ്യൂട്ടേഷണൽ ഷോർട്ട് കട്ടാണ്. LPയിൽ നിന്ന് എങ്ങനെ K കണ്ടെത്താം? സോ ദർ ആർ മെനി ആക്സസസ്, മെനി തിങ്സ് ആർ ദർ. അതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ കർവേച്ചർ വേണമെന്നില്ല. പ്രിൻസിപ്പൽ ബേസിസ് വേണമെന്നില്ല, മെയിൻ ബേസിസ് വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ബേസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം 5 പറയുന്നത്. So the finding principal curvature Ki first requires calculating the exact eigenvalues of LP. For complex surfaces, finding those roots is computation grueling. So what happens here?
because K is the determinant of LP. First it requires calculating the exact eigenvalues of LP. സോ ഇവിടെ ലീനിയർ ആൾജിബ്ര ഉപയോഗിച്ച് എനി ആർബിട്രറി ബേസിസ് ഉണ്ടെങ്കിൽ പോലും എന്താ ടാൻജൻറ്റ് സ്പേസ് എസ് പിയുടെ ഏത് ബേസിസ് ഉണ്ടെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തിയറം പറയുന്നത്. ദാറ്റ് ഈസ് we can extract the ultimate global property of the surface without even knowing the specific principal directions. പ്രിൻസിപ്പൽ ഡിറക്ഷൻസിൻ്റെ ആവശ്യമില്ലാത്രേ. പ്രിൻസിപ്പൽ ഡിറക്ഷൻസിൻ്റെ നോളജ് ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഈ പ്രിൻസിപ്പൽ ഡിറക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് പ്രിസൈസ്ലി യുക്ലിഡിയൻ ജോമെട്രി വേണ്ട. സോ നമ്മൾ ലാൻഡ് ചെയ്തു. അതാണെന്ത് ഡിഫറൻഷ്യൽ ജോമെട്രി എന്ന് പറയുന്നത്. യുക്ലിഡിയൻ ജോമെട്രി വേണ്ട, യുക്ലിഡിയൻ ആക്സിസ് വേണ്ട, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് വേണ്ട. ദിസ് ഡിറ്റർമിൻസ് റിവീൽസ് എ ട്രൂത്ത് റിഗാർഡ്ലെസ് ഓഫ് ദ ഒബ്സർവേഴ്സ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ യുക്ലിഡിയൻ കോർഡിനേറ്റ് സിസ്റ്റം അത് ആവശ്യമില്ലാതെ തന്നെ വി ക്യാൻ ഫൈൻഡ് കെ. ഇൻഫാക്ട് വി ക്യാൻ ഡിഫൈൻ ആൻഡ് ഫൈൻഡ് ആൻഡ് റെപ്രസെൻറ്റ് വാട്ട് കർവേച്ചർ. സോ അതാണ് തിയറം 5ൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ദ സ്കോപ്പ് ഓഫ് ജിയോമെട്രി വേഴ്സസ് ലോക്കൽ ഗ്ലോബൽ തിയറം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ 2 ടൈപ്പ് പ്രോപ്പർട്ടീസും 2 ടൈപ്പ് തിയറംസുമാണ്. ഒന്ന് ലോക്കൽ പ്രോപ്പർട്ടീസാണ്. ലോക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ദാറ്റ് എക്സ്പ്രസ് എ ഫാക്ട് അബൌട്ട് ദ സർഫസ് അറ്റ് ഓർ നിയർ എ പർട്ടിക്കുലർ പോയിൻറ്റ്. ഒരു പോയിൻറ്റിന് ചുറ്റും ഉള്ള ഒരു കാര്യമാണ് ലോക്കൽ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഗ്ലോബൽ പ്രോപ്പർട്ടിയിലാണെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ലൈക്ക് എ സർഫസ് ഈസ് കോമ്പാക്ട്, എ സർഫസ് ഈസ് കണക്റ്റഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതെപ്പോഴും ഗ്ലോബൽ പ്രോപ്പർട്ടീസാണ്. സോ ലോക്കൽ പ്രോപ്പർട്ടീസുമുണ്ട്, ഗ്ലോബൽ പ്രോപ്പർട്ടീസുമുണ്ട്. ഇത് പറയാൻ കാര്യം അടുത്ത തിയറത്തിൻ്റെ കാര്യമാണ്. അടുത്ത തിയറത്തിൽ പറയുന്നത് ദ സ്ഫെറിക്കൽ എൻക്ലോഷർ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി അടുത്ത തിയറത്തിനേക്കാൾ കൂടുതൽ 4ാമത്തെ തിയറം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറം അത് പിന്നെ പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചൊരു ടെക്നിക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. ഓൺ ഈച്ച് കോമ്പാക്ട് ഓറിയൻറ്റഡ് എൻഡ് സർഫസസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 point P such that the second fundamental form is definite for all പ്രിൻസിപ്പൽ കർവേച്ചർ ഷേപ്പ് ഇൻ ദ സെയിം സൈൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ എന്താണ് എടുത്തത്? നമ്മുടെ കോംപ്ലക്സിറ്റിയുള്ള സർഫസിനെ, കാവോട്ടിക് സർഫസിനെ ഒരു ചെറിയ ഒരു സ്ഫിയറിനകത്ത് ഒതുക്കി വെച്ചു. എന്നിട്ട് ആ സ്ഫിയറിൻ്റെ റേഡിയസ് കുറച്ച് കൊണ്ടുവന്നു. ഈ സ്ഫിയർ എപ്പോഴാണ് ആദ്യം ഈ പറഞ്ഞ കോംപ്ലക്സ് സർഫസിനെ ടച്ച് ചെയ്യുന്നത്, ആ പോയിൻറ്റിൽ സ്ഫിയറിൻ്റെ കർവേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും, കൂടുതലായിരിക്കും ഈ സർഫസിൻ്റെ കർവേച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു അപ്പർ ലിമിറ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ഈ 4th തിയറം നമ്മൾ പ്രൂവ് ചെയ്തത്. അത് ഓർക്കുക. ഇത് വെച്ചിട്ട് നമ്മളിവിടെ 6th തിയറം പറയും ദ ഗ്ലോബൽ കോൺസിക്വൻസസ് കെ. എന്താണ് കെയുടെ ഈ ഗോസ് ക്രോണക്കർ കർവേച്ചറിൻ്റെ ഗ്ലോബൽ കോൺസിക്വൻസ് എന്താണ്? ഇതൊരു തിയറമാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസുള്ള തിയറമാണ്. എന്താണ് തിയറം സ്റ്റേറ്റ്മെന്റ്? ലെറ്റ് എസ് ബി എ കോമ്പാക്ട് കണക്റ്റഡ് ഓറിയൻറ്റഡ് എൻഡ് സർഫസ്, then the second fundamental form is definite everywhere. That means the sign is definite. All cases are definite sign if and only if the Gauss-Kronecker curvature K is nowhere 0. ഒരിടത്തും ഗ്രോസ് ക്രോണക്കർ കർവേച്ചർ എന്താ 0 ആവില്ലെങ്കിൽ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആണെങ്കിൽ എഗെയിൻ ഗോസ് ക്രോണക്കർ കർവേച്ചർ കെ നോവെയർ 0 ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ലോക്കൽ പ്രോപ്പർട്ടിയുടെ ഒരു ഗ്ലോബൽ കോൺസിക്വൻസ് ആണ് ഈ പറയുന്നത്. ദാറ്റ് മീൻസ് തന്നെ ജോമെട്രിക്കലി പറഞ്ഞാൽ ഇഫ് എ കോമ്പാക്ട് സർഫസ് നെവർ ഫ്ലാറ്റൻഡ് ഓർ സാഡിൽസ്, ഒരു കോമ്പാക്ട് സർഫസ് ഫ്ലാറ്റൻ ചെയ്യുകയോ സാഡിൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ, അതായത് കെ നോട്ട് ഈക്വൽ ടു 0. ഫ്ലാറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? കെ ഈസ് ഈക്വൽ ടു 0. സാഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? കെ ലെസ് ദാൻ 0. അങ്ങനെ ഫ്ലാറ്റൻ ചെയ്യുകയോ സാഡിൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ വാട്ട് ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസിക്വൻസ്? ദ മാത്തമാറ്റിക്കൽ കോൺസിക്വൻസ് ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി ഗ്ലോബലി എൻക്ലോസ്ഡ് കോൺവെക്സ് ഷേപ്പ്. ഒരു ഗ്ലോബലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. നമ്മൾ കണ്ടു അതിനൊരു എക്സാമ്പിൾ, എലിപ്സോയിഡാണ് കണ്ട എക്സാമ്പിൾ. നൗ ഇതൊന്ന് ഈ പറഞ്ഞ 2 കർവേച്ചേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത് കർവേച്ചർ കൺസെപ്റ്റ് ഗോസ് ക്രോണക്കറും നമ്മുടെ മീൻ കർവേച്ചറും തമ്മിലുള്ള അത് 4 രീതിയിലാണ് പരിഗണിച്ചിരിക്കുന്നത്. ലീനിയർ ആൾജിബ്രൈക് റൂട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തത് ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എൽ പി ആണ്. രണ്ടാമത്തതോ 1/n ട്രൈസ് ഓഫ് എൽ പി എന്നുള്ളതാണ്. ജിയോമെട്രിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗോസ് ക്രോണക്കർ കർവേച്ചർ എന്ന്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഓർ പൈ കെ ഐ എന്നുള്ളതാണ്. മീൻ കർവേച്ചർ എന്താണ്? ജിയോമെട്രിക് ഇറ്റ് ഈസ് ആവറേജ് ഓഫ് എക്സ്ട്രീംസ്, ദറ്റ് ഈസ് 1/n സിഗ്മ കെ ഐ എന്നുള്ളതാണ്. എന്താണ് രണ്ടിൻ്റെയും ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? ഗ്രോസ് ക്രോണക്കർ കർവേച്ചർ എന്തിനെയാണ് അളക്കുന്നത്, എന്തിനാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഷേപ്പിൻ്റെ ടൈപ്പിനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതേസമയം മീൻ കർവേച്ചർ എന്തിനെയാണ് ഡയഗ്നൈസ് ചെയ്യുന്നത്? ഇറ്റ് ഡയഗ്നൈസസ് ദ സർഫസ് ടെൻഷൻ ഓർ ആവറേജ് ബെൻഡിങ്ങിനെയാണ്.
നൗ സീറോ സ്റ്റേറ്റ് രണ്ടിൻ്റെയും സീറോ എന്താണ് മീൻ ചെയ്തത്? ഗ്രോസ് കോണക്കർ കർവേച്ചർ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ഷൻ ഇസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് എന്നാണ്. അതുപോലെ മീൻ കർവേച്ചർ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു മീനിങ് ആണ് സീറോ മീൻസ് പെർഫെക്റ്റ് സിമെട്രിക്കൽ ഓപ്പോസിങ് ടെൻഷൻ. സിമെട്രിക്കലായിട്ടുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ ബയാസ് ചെയ്യാത്ത ഈക്വൽ ടെൻഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ നമ്മൾ 12th ചാപ്റ്ററിൻ്റെ 5th ലെക്ചർ ഫൈനൽ ലെക്ചറാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി ഇതിനകത്ത് ഇതിൻ്റെ പുറമെ ഇതിൻ്റെ തിയറംസും ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കി പഠിക്കുക. താങ്ക്സ് ഫോർ ലിസണിങ്.